ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും ധർണയുടെയും പ്രചരണാർത്ഥം നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ കലാസായാഹ്നം സംഘടിപ്പിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി അഭിഭാഷകനും സംവിധായകനുമായ അഡ്വക്കേറ്റ് എസ് ബിജിലാൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഈ നന്മ തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അസംഘടിതരായിട്ടുള്ള ശരിക്കും കലാകാരന്മാരാണ് ഇതിനകത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ. സ്ഥിരമായ ഒരു വരുമാനമുള്ളവർ വളരെ കുറവ്. കലയോടനുബന്ധിച്ച് നിൽക്കുന്ന മറ്റ് കാര്യങ്ങൾ ഒക്കെ തട്ടിക്കൂട്ടി ജീവിച്ചു പോകുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഈ കലാകാരന്മാർ എന്ന് പറയുന്നതിൽ ബഹുഭൂരിപക്ഷം. ഈ ഒരു സാഹചര്യം ആരും മനസ്സിലാക്കണം. ഇവർ ഒരു തൊഴിലാളി വർഗമാണോ എന്ന് ചോദിച്ചാൽ തൊഴിലാളിയായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആർക്ക് വേണ്ടിയാണ് ഇയാൾ തൊഴിൽ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. നന്മ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരീക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി വി സജിത് പൂക്കോട്ടുംപാടം, മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ രാമൻ, അഭിലാഷ് പാലേമാട്, സി കുഞ്ഞു വണ്ടൂർ, നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി സജീവ് മുതുകാട്, ഗായകൻ നിലമ്പൂർ സുരേഷ്, അസീസ് നിലമ്പൂർ, KRC നിലമ്പൂർ, TK സതീശൻ, അനീഷ് കവളമുക്കട്ട, ബിൻസി വിജയം, സന്തോഷ് ഹംസധ്വനി, രാജേഷ് പുതിയകോട് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. കലാകാര ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കുക. പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകുന്ന പെൻഷൻ 1600 രൂപയെന്നത് വർദ്ധിപ്പിക്കുക. ഈ പെൻഷനും ക്ഷേമനിധി പെൻഷനും തുല്യമാക്കുക. യഥാസമയം മസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞുവെക്കുന്നത് ഒഴിവാക്കുക. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം നൽകാൻ ഒരവസരം കൂടി നൽകുക. രാത്രി 10 മണിക്ക് ശേഷമുള്ള മൈക്ക് നിരോധനത്തിന് ഇളവ് നൽകുക. സ്കൂളുകളിൽ കലാധ്യാപകരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 26-നാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.